നമ്മുടെ ഇടയിൽ വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒന്നാണ് ഈ വേരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. പൊതുവെ ഈ വേരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ഒരു ഒക്യുപേഷണൽ ഡിസീസ്, അതായത് ജോലി സംബന്ധമായിട്ടുള്ള ഒരു രോഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് കൂടുതലും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം വേരിക്കോസ് വെയിൻ എന്താണ്, വേരിക്കോസ് വെയിൻ വരുന്നതിന് മുന്നേ തന്നെ മാസങ്ങൾക്ക് മുന്നേ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, വേരിക്കോസ് വെയിൻ വന്നു കഴിഞ്ഞാൽ അത് സർജറി ഇല്ലാതെ നമുക്ക് എങ്ങനെ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും, തടയാനായിട്ട് പറ്റും, എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഈ വേരിക്കോസ് വെയിൻ പ്രശ്നമുള്ളവർ അല്ലെങ്കിൽ അത് വരാൻ സാധ്യതയുള്ളവർ ബ്ലഡ് സർക്കുലേഷന് വേണ്ടി എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ്. ഇത് ഡോക്ടർ ജുമാന ഹസീൻ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ അതിന് ഹെൽപ്പ് ചെയ്യുന്ന രണ്ടെണ്ണമാണ് ഈ ആർട്ടറീസ്, അതേപോലെ വെയിൻസ് എന്ന് പറയുന്ന സിരകൾ. സിരകൾ പൊതുവെ വൺ സൈഡിലേക്കുള്ള ഫ്ലോണ്, എസ്പെഷ്യലി കാലിൽ നിന്നുള്ള വെയിൻസുകൾക്കെല്ലാം വാൽവുകളുണ്ട്. അത് വൺ വേ ആണ്, അതായത് ഒരു സൈഡിലോട്ട് മാത്രമാണ് മുകളിലേക്ക് അത് കയറി പോവുക. അപ്പോൾ ഈ വാൽവിനെ കൺട്രോൾ ചെയ്യുന്നത് കാലിന് ചുറ്റുമുള്ള ദശകളും അതിൻ്റെ ഇലാസ്റ്റിസിറ്റിയും ഒക്കെ തന്നെയാണ്. കൂടുതലും ഈ ഒരു വെരിക്കോസ് വെയിൻ നമ്മൾ കണ്ടുവരുന്നത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ്, അവരിൽ കൂടുതൽ വെയിറ്റ് അധികമാവുമ്പോൾ ആ മസിൽസിന് കോൺട്രാക്ട് ചെയ്യാൻ പറ്റാതെയാവും. അപ്പോൾ ഈ രക്തം മുകളിലോട്ട് പോകാതെ വാൽവിൻ്റെ ഒരു എഫക്റ്റ് കുറയുകയും രക്തം തങ്ങി നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ചെറിയ ചെറിയ ചുരുളുകളായിട്ട് ഞരമ്പുകൾ കണ്ടുവരാറുണ്ട്. വേരിക്കോസ് വെയിൻ പൊതുവെ ആരിലൊക്കെയാണ് കണ്ടുവരാറ്? പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ്, അതേപോലെ വയസ്സായവർ, കൂടുതലും നിന്ന് ജോലി ചെയ്യുന്നവർ, ട്രാഫിക് പോലീസ്, അതേപോലെ തന്നെ തുണിക്കടകളിലൊക്കെ കൂടുതൽ നേരം നിന്ന് ജോലി ചെയ്യുന്നവർ, ടീച്ചേഴ്സ്, ഇങ്ങനെ ഒരുപാട് നേരം ഒരേ സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യുന്ന ആളുകളിലാണ് കൂടുതലായിട്ടും ഈ വേരിക്കോസ് വെയിൻ കണ്ടുവരുന്നത്. ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലോട്ട് മാറാതെ ഒരേ പൊസിഷൻ, അത് കൂടുതൽ ഇരുന്ന് ജോലി ചെയ്യുന്നവരിലും ഇത് അധികം കണ്ടുവരുന്നുണ്ട്. വേരിക്കോസ് വെയിൻ വരുന്നതിന് മുന്നേ തന്നെ മാസങ്ങൾക്ക് മുന്നേ കണ്ടുവരുന്ന ചില ലക്ഷണങ്ങളുണ്ട്. പലർക്കും ഈ ഒരു സ്പൈഡർ വെയിൻ എന്ന ഞരമ്പുകൾ ചുരുണ്ട് കണ്ടുവരുന്ന ആ ഒരു ലക്ഷണമായിട്ട് മാത്രമാണ് വേരിക്കോസ് വെയിനെ കണക്കാക്കുന്നത്. എന്നാൽ അതിന് കുറേ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ കുറേ നേരം നിന്ന് ജോലി ചെയ്യുമ്പോൾ രാത്രി നേരങ്ങളിൽ കാലിൻ്റെ മസിൽ കോച്ചി വിളിപ്പ് ഉണ്ടാവുക, അല്ലെങ്കിൽ കൂടുതൽ വേദനകൾ അനുഭവപ്പെടുക, ഇതൊക്കെ തന്നെ വേരിക്കോസ് വെയിന് വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ്. ഈ വേരിക്കോസ് വെയിന് പൊതുവെ ജനിതകപരമായിട്ടും ഇപ്പോൾ കുടുംബത്തിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിലും ഒരു 50% അങ്ങനെയും വരാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ ഒക്യുപേഷണൽ, അതായത് ജോലി സംബന്ധമായിട്ട് കൂടുതൽ നേരം നിന്ന് ജോലി ചെയ്യുന്നവർക്കും ഇത് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ്, അതേപോലെ കൂടുതലും തടിയുള്ളവർ, ഒബീസ് ആയിട്ടുള്ളവർ, ഇവർക്കൊക്കെ തന്നെ ഈ കാലിൽ നിന്നും ആ ഒരു ഞാൻ പറഞ്ഞ പോലെ വെയിൻസിലെ ആ രക്തയോട്ടം എന്ന് പറയുന്നത് വൺ സൈഡ് ആയിട്ടാണ് ആ വാൽവ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഈ വെയിൻ ഓപ്പൺ ആയി തരണമെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റുമുള്ള ഈ മസിൽസ് പ്രോപ്പറായിട്ടും കോൺട്രാക്ട് ചെയ്യണം. എന്നാൽ ഈ തടി കൂടുതലുള്ളവരിൽ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് രക്തയോട്ടം മുകളിലോട്ട് പോകാതെ അത് കാലിൽ തന്നെ തങ്ങിക്കിടക്കുകയും അത് പിന്നീട് ഞരമ്പ് ചുരുണ്ട് കിടക്കുന്ന സ്പൈഡർ വെയിനുകളായിട്ടും പിന്നീട് അത് 3 മില്ലിമീറ്ററിന് മുകളിലൊരു വലിയ വെരിക്കോസ് വെയിനുകളായിട്ടും അത് പൊട്ടി പഴുത്ത് വീനസ് അൾസറൊക്കെ ആവാനുള്ള സാധ്യതകളും കൂടുതലാണ്. പൊതുവേ നമ്മൾ വേരിക്കോസ് വെയിനെ നമ്മൾ 6 ഗ്രേഡുകളായിട്ടാണ് നമ്മൾ വിഭജിക്കുന്നത്. അതിൽ ഗ്രേഡ് 1 എന്ന് പറയുന്നത് കൂടുതൽ വിസിബിൾ സിംറ്റംസ്, നമുക്ക് കാണാൻ പറ്റുന്ന ലക്ഷണങ്ങളൊന്നും തന്നെ അതിൽ കാണില്ല. എന്നാൽ ഗ്രേഡ് 2 എന്ന് പറയുന്നത് ഒരു 1 മുതൽ 3 mm താഴെ, മില്ലിമീറ്ററിന് താഴെയുള്ള ചെറിയ ചെറിയ ഞരമ്പുകളായിരിക്കും. അതിനെ നമ്മൾ സ്പൈഡർ വെയിൻ, ചിലന്തി വല പോലുള്ള സിരകളായിട്ടാണ് കാണപ്പെടുക. അതിൽ കൂടുതൽ വേദനകളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവില്ല. പകുതി ആളുകൾക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ സൗന്ദര്യപരമായിട്ട് അതിനെ കാണുമ്പോൾ ഒരു ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ട് മാത്രമാണ് നോക്കാം. എന്നാൽ ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ വേരിക്കോസ് വെയിന് പിന്നീട് തടിച്ച് അത് കൂടുതൽ വഷളാവുകയും അതേപോലെ അത് പൊട്ടി ഡിസ്കളറേഷനിലോട്ട് പോവുകയും പിന്നീട് അത് അൾസർ ഫോർമേഷൻ, ഉണങ്ങാൻ പറ്റാത്തൊരു മുറിവായിട്ട് മാറുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഈ ഗ്രേഡ് 3, ഗ്രേഡ് 4 പോകുമ്പോൾ കൂടുതലും നീര് വീക്കം വരും. അത് കൂടുതൽ നേരം നിന്ന് കഴിയുമ്പോൾ കാലിൽ നീര് കെട്ടി നിൽക്കുക. അതേപോലെ ഗ്രേഡ് 5 വരുമ്പോൾ ആ കാല് നീര് ഒപ്പം തന്നെ വേദനകൾ കൂടുതലായിട്ട് വരാം. മുറിവുകൾ അഡിക്വേറ്റ് ആയിട്ട്, വീനസ് അൾസർ എന്ന് പറയുന്ന വെരിക്കോസ് വെയിനിൻ്റെ ആ ഒരു മുറിവുകൾ കാലിൻ്റെ ഭാഗങ്ങളിൽ വരാം. ഗ്രേഡ് 6 പോവുകയാണെങ്കിൽ അതിൽ ആ മുറിവുകൾ വരികയും അത് ഉണങ്ങാൻ ഒരുപാട് സമയമെടുക്കുകയും ചെയ്യുക. ഈ ഗ്രേഡ് 5ഉം ഗ്രേഡ് 6ഉം നമുക്ക് മാറ്റാനായിട്ട്, അതായത് ജീവിതശൈലി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഭക്ഷണത്തിൻ്റെ മാറ്റം കൊണ്ടോ
നമുക്ക് മാറ്റാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ ഗ്രേഡ് 4 വരെയുള്ളത് നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഫുഡിൻ്റെ ആ ഒരു ചേഞ്ചസും കൊണ്ട് ഇതൊക്കെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും മാറ്റിയെടുക്കാവുന്ന ഒന്നാണ്. എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമുക്ക് ഈ വെരിക്കോസ് വെയിന് തടയാനായിട്ട് പറ്റുക? അപ്പോൾ വെരിക്കോസ് വെയിൻ വരാൻ സാധ്യതയുള്ള ആളുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ, അതേപോലെ തടി കൂടുതലുള്ളവർ. അപ്പോൾ ഇങ്ങനെയുള്ളവർ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിൽ പൊതുവേ ഈ ഒരു വെരിക്കോസ് വെയിൻ കണ്ടുവരും. പക്ഷേ അതൊരു 30 മുതൽ 50% ആളുകൾക്ക് അത് പ്രഗ്നൻസി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഡ്രോപ്പ് ആവും, പിന്നീട് അത് ക്യൂർ ആവും, അതിലോട്ട് കൂടുതൽ സിംറ്റം വഷളാവുകയും അങ്ങനെ ഒന്നും നിൽക്കില്ല. ചിലർക്കെങ്കിലും ഈ ഒരു ചെറിയ 3 mm താഴെയുള്ള ചിലന്തി പോലുള്ള സ്പൈഡർ വെയിനുകളായിട്ട് അങ്ങനെ തന്നെ നിലനിന്ന് പോവാറുണ്ട്. എന്നാൽ അത് പിന്നീട് ഫർദർ കോംപ്ലിക്കേഷനോ അങ്ങനെ ഒന്നിലോട്ടും തന്നെ പോവാറില്ല. അപ്പോൾ സ്പൈഡർ വെയിൻസ് ഉള്ളവരാണെങ്കിലും അവർ കൂടുതലും ഈ നിൽക്കുന്ന ഒരു ജോലിയിൽ പ്രൊഫഷനിൽ ഉള്ളവരാണെങ്കിൽ അവർ ഫ്രീക്വൻ്റ് ആയിട്ട് പൊസിഷൻ ചേഞ്ച് ചെയ്യുക, നടക്കുക, അതേപോലെ ഇരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ഒരേ പൊസിഷനിൽ നിൽക്കുന്നത് പരമാവധി അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ കിടക്കുന്ന സമയത്ത് ഈ വാരിക്കോസ് വെയിൻ ഉള്ളവരാണെങ്കിൽ അവർക്ക് നല്ല ഈ നീർക്കെട്ടും പെയിനൊക്കെ വേദനകളൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ കിടക്കുന്ന സമയത്ത് കുറച്ച് 2-3 തലയണ വെച്ചിട്ട് അത് കാലിൻ്റെ പൊസിഷൻ ഒന്നുകൂടി മുകളിലാവത്തക്ക രീതിയിൽ വെക്കുകയാണെങ്കിൽ രക്തയോട്ടം കുറച്ചുകൂടെ സിമ്പിളായി മാറും. ഈ വെരിക്കോസ് വെയിൻ വന്നു കഴിഞ്ഞാൽ അത് മാറ്റാനായിട്ട് സർജറി മാത്രമാണോ ഒരു പോംവഴി? പലരും ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഗ്രേഡ് 5 ഗ്രേഡ് 6 പോകുമ്പോഴാണ് അത് കൂടുതൽ കോംപ്ലിക്കേഷനിലോട്ട് എത്തുന്നത്. എന്നാൽ ഗ്രേഡ് 4 വരെ നമുക്കത് ട്രീറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതവും മെഡിസിൻസ് എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നതിനനുസരിച്ചായിരിക്കും. 3 മുതൽ 6 മാസം സമയത്തിനുള്ളിൽ തന്നെ നമുക്കത് ഈ വെരിക്കോസിൻ്റെ പ്രശ്നം നമുക്ക് തിരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ പൊതുവെ കാലിലോട്ടുള്ള രക്തയോട്ടം കുറയുമ്പോഴാണോ, പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കാലിലോട്ടുള്ള രക്തയോട്ടം കുറയുമ്പോഴാണോ ഈ ഒരു വെരിക്കോസ് വെയിൻ വരുന്നത് എന്ന് പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും കാലിലോട്ടുള്ള രക്തയോട്ടം കുറയുന്നതും അതുപോലെ തന്നെ കാലിൽ നിന്നും രക്തം ഹൃദയത്തിലോട്ട് പോകുന്നത് അത് തടഞ്ഞു നിൽക്കുമ്പോൾ, മൂവ്മെൻ്റ് ആകുമ്പോഴാണ് നമ്മുടെ മസിൽസ് കോൺട്രാക്റ്റ് ചെയ്യുക. നടക്കുമ്പോഴോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനങ്ങുമ്പോഴാണ് പേശികൾക്ക് അനക്കം ഉണ്ടാവുക. അങ്ങനെ പേശികൾക്ക് അനക്കം ഇല്ലാതെയാവുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ വാൽവ് വൺ സൈഡ് മാത്രം ഉള്ളത് കൊണ്ട് തന്നെ അത് വീക്ക് ആവാൻ സാധ്യതയുണ്ട്. പ്രോപ്പറായിട്ട് ഈ ദശകൾ കോൺട്രാക്റ്റ് ചെയ്യില്ല, ചുരുങ്ങില്ല. അങ്ങനെയുള്ളപ്പോൾ രക്തം അങ്ങനെ താഴോട്ട് കെട്ടി നിൽക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ ചില വെരിക്കോസിൻ്റെ സിംറ്റത്തിൽ കണ്ടുവരുന്ന ഒന്നാണ് ചൊറിച്ചിലും, അതേപോലെ ഈ ഞരമ്പുകൾ ചുരുണ്ടിട്ട് ഒരു നീലിച്ചുള്ള കളറ്, അതേപോലെ കടും ചുമപ്പിലുള്ള കളറ്, ചൊറിച്ചിൽ, ഇതൊക്കെ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വെരിക്കോസ് വെയിനിൻ്റെ ലക്ഷണങ്ങൾ വഷളായി വരികയാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കണ്ട് ഫർദറായിട്ട് ചികിത്സ തേടേണ്ടത് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. കാരണം ഇത് ചികിത്സിച്ചില്ലെങ്കിൽ പിന്നീട് ഇത് വീനസ് അൾസറിലോട്ടും നമുക്ക് കാല് ഫുള്ള് നീര് കെട്ടി അത് അനക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി കാല് നീര് വന്നു, വെരിക്കോസ് വെയിൻ അതിൻ്റെ തീവ്രതയിൽ എത്തി, ഇങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം? ഒരു പോംവഴി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കംപ്രഷൻ സ്റ്റോക്സ് അവൈലബിൾ ആണ്. അതായത് നമ്മൾ കാല് ആ ഒരു ഭാഗം മാത്രം ഒന്ന് ടൈറ്റായിട്ട് കെട്ടിവെക്കുക. കൂടുതൽ ഈ ലോങ് ട്രാവൽ സമയത്ത് തടി കൂടുതലുള്ളവരായാലും അതേപോലെ വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ടുള്ളവർ ഒരു ലോങ് ട്രാവലിൻ്റെ സമയത്തൊക്കെ ഈ കംപ്രഷൻ സ്റ്റോക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ വേദന കുറയ്ക്കാനും നീരുകളൊക്കെ കുറയ്ക്കാനായിട്ടും സാധിക്കും. അതേപോലെ വേറൊന്നും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് ടൈറ്റ് ആയിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ്, ടൈറ്റ് ആയിട്ടുള്ള പാൻസ്. ഇങ്ങനെയുള്ളത് കൂടുതലും രക്തയോട്ടം, കാലിൽ നിന്നുള്ള രക്തയോട്ടം തടയാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ വെരിക്കോസ് വെയിൻ വരാൻ സാധ്യതയുള്ള ആളുകൾ പരമാവധി ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഈ വെരിക്കോസ് വെയിന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കഴിക്കാൻ പറ്റുക എന്ന് പറയുകയാണെങ്കിൽ, രക്തയോട്ടം ഇംപ്രൂവൈസ് ചെയ്യാനായിട്ട്, ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവൈസ് ചെയ്യാനായിട്ടുള്ള ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ട് കഴിക്കേണ്ടത്. അതിൽ ചീരകൾ, ബ്രൊക്കോളി, അതേപോലെ ബീട്രൂട്ട്, ഇതൊക്കെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവൈസ് ചെയ്യും. പിന്നെ എന്ത് ഫ്രൂട്ടാണ് ഈ വെരിക്കോസ് വെയിന് വന്നവർ അല്ലെങ്കിൽ അത് വരാൻ സാധ്യതയുള്ളവർ, ഇപ്പോൾ സ്പൈഡർ വെയിൻ എന്ന് പറയുന്ന ഈ ചിലന്തി ഞരമ്പുകളായിട്ട് വെരിക്കോസുകളായിട്ട് ഉള്ളവർ എന്താണ് മെയിൻ ഫുഡായിട്ട് അല്ലെങ്കിൽ എന്താണ് ഒരു ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ, ഈ വൈറ്റമിൻ സി അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണം. എങ്ങനെയാണ് ഇത് ഹെൽപ്ഫുൾ ആവുക എന്ന് വെച്ചാൽ, വൈറ്റമിൻ സി പൊതുവെ ഈ ഒരു ദശകളിലെ അതേപോലെ തന്നെ വെയിൻസ്, ഈ സിരകളിലുള്ള ഇലാസ്റ്റിസിറ്റി അതിനെ കൺട്രോൾ ചെയ്യാനും അതിൻ്റെ രക്തയോട്ടം കുറച്ചുകൂടി സിമ്പിൾ ആക്കാനും വൈറ്റമിൻ സി വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അത് അടങ്ങിയിട്ടുള്ള ഗൂസ്ബെറീസ് ആയിക്കോട്ടെ, നാരങ്ങ, അതേപോലെ മാതള നാരങ്ങ, ഇതെല്ലാം തന്നെ വൈറ്റമിൻ സി അധികം അടങ്ങിയുള്ളതുമാണ്. ഇത് രക്തയോട്ടത്തിന് വളരെയധികം ഹെൽപ്ഫുള്ളാക്കുന്ന ഒന്നാണ്. പേഷ്യൻസിൽ ചിലരെങ്കിലും ചോദിച്ച ഒരു ചോദ്യമാണ്, വെരിക്കോസ് വെയിൻ ഒരു തവണ
ഞങ്ങൾക്കത് വന്നു, അത് സർജിക്കലായിട്ട് റിമൂവ് ചെയ്തു, ഒക്കെ ട്രീറ്റ് ചെയ്തു, പിന്നെയും അത് ഞങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ടോ എന്ന് പറഞ്ഞിട്ട്, വാരിക്കോസ് വെയിനിൻ്റെ ആ ഒരു ഭാഗത്തിലുള്ള പ്രശ്നം മാത്രമാണ് നിങ്ങളത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഭാഗത്തിൽ പിന്നീട് വരാനുള്ള സാധ്യതകൾ 70% കുറവാണ്. എന്നാൽ അതിൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഇത് ഒക്യുപ്പേഷണലായിട്ട് നമ്മുടെ ജോലി സംബന്ധമായിട്ട് നമ്മുടെ ജീവിതശൈലിയുമായിട്ടൊക്കെ ബന്ധമുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ സ്മോക്കിംഗ് ഹാബിറ്റ് ഉള്ളവരാണെങ്കിൽ, ഇപ്പോൾ സിഗരറ്റ് വലി, അതേപോലെ വെയിറ്റ് അധികം ഉള്ളവർ, കറക്റ്റ് ബോഡി മാസ് മെയിൻറ്റെയിൻ ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പിന്നെയും വാരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കറക്റ്റ് ബോഡിയുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ എക്സസൈസുകൾ, നിന്ന് ജോബ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ദിവസവും 40 മിനിറ്റ് നേരം വാക്കിങ്, അത് വളരെയധികം അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ്. ഭക്ഷണത്തിൽ കൂടുതലും നാര് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ വാരിക്കോസ് വെയിനിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറൊന്നാണ് ഈ മലദ്വാരത്തിലെ വാരിക്കോസ് വെയിനുകൾ ചുരുണ്ട് കിടക്കുന്നത്. അതിനെയാണ് നമ്മൾ ഈ പൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രഗ്നന്റ് ലേഡീസിലും കൂടുതൽ തടിച്ചവരിലും അതേപോലെ ഒരേ പൊസിഷനിൽ ഇരുന്നുകൊണ്ടിരിക്കുന്നവരിലും കൂടുതൽ ഈ പൈൽസ് വരാനുള്ള കാരണവും ഇത് തന്നെയാണ്. അവിടുത്തെ മലദ്വാരത്തിലുള്ള ആ സിരകൾ കൂടുതലായിട്ടും അത് ചുരുണ്ടിട്ട് അതിലോട്ടുള്ള രക്തയോട്ടം കുറയുകയും അവിടെ നീർക്കെട്ട് വരികയും ചെയ്യുന്നതാണ് ഈ പൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ വാരിക്കോസ് വെയിൻ ഉള്ളവർക്ക് പൈൽസ് വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പോൾ രണ്ടും തന്നെ ജീവിതശൈലിയുമായിട്ട് കൂടുതൽ അസോസിയേഷൻ ഉള്ളത് കൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തേണ്ടത് വളരെയധികം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. രക്തയോട്ടത്തിന് വളരെയധികം ഹെൽപ്ഫുൾ ആക്കുന്ന വേറൊന്നാണ് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും അതേപോലെ വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ്. പൊതുവെ ഞാൻ പറഞ്ഞ പോലെ ഈ വാരിക്കോസ് വെയിൻ ഉള്ളവരിലെ ഈ കാലിലെ മസിൽ കോച്ചി പിടിക്കുക, കാൽഷ്യത്തിൻ്റെ കുറവ് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളിലും നമ്മൾ സൂര്യ വെളിച്ചത്തിന് അധികം എക്സ്പോസ്ഡ് ആവാത്തത് കൊണ്ട് തന്നെ വൈറ്റമിൻ ഡിയുടെ കുറവുകൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ കുറവ് ഒരു 10% ലെവലിലൊക്കെ കുറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്ലിമെൻ്റ് എടുക്കേണ്ടതാണ്. അതെല്ലാം ഒരു ബോർഡർ ലൈനിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഒരു 30 മിനിറ്റ് നേരമെങ്കിലും രാവിലെ 10 മണി മുതൽ 3 മണി വരെയുള്ള വെയിൽ കൊള്ളാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വൈറ്റമിൻ ഡിയും ഇംപ്രൂവൈസ്ഡ് ആവും, കാൽഷ്യം അബ്സോർപ്ഷൻ കൂടുതൽ ഇംപ്രൂവൈസ്ഡ് ആവും. അത് ഈ മസിൽ കോച്ചി പിടുത്തം, കോച്ച് വലിപ്പം അതൊക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആവും. വാരിക്കോസ് വെയിൻ നമുക്ക് സർജറി ഇല്ലാതെ തന്നെ ഗ്രേഡ് 5, ഗ്രേഡ് 6, അതിന് മുന്നേ ഗ്രേഡ് 4 വരെയുള്ളത് നമുക്ക് സർജറി ഇല്ലാതെ തന്നെ ട്രീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഹോമിയോപ്പതിയിൽ അതിൽ തീർച്ചയായിട്ടും ചികിത്സ, എഫക്റ്റീവ് ആയിട്ടുള്ള ചികിത്സകൾ അവൈലബിൾ ആണ്. ഹാമമെല്ലിസ്, കൽക്കേരിയ ഫ്ലോർ ഇങ്ങനത്തെ മെഡിസിൻസ് ഒക്കെ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന ഒന്നാണ്. മെയിനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ രക്തയോട്ടം, ബ്ലഡ് സർക്കുലേഷനെ ഇംപ്രൂവൈസ് ചെയ്യുകയും ആ വാൽവിൻ്റെ ആ ഒരു റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തടസ്സം ഒഴിവാക്കാനുള്ള മെഡിസിൻസ് ആണ്. അതിൻ്റെ കാരണം കണ്ടെത്തി അതിന് അനുസരിച്ചുള്ള മോഡിഫിക്കേഷനാണ് നമ്മൾ കൊടുക്കുക. പ്രത്യേകിച്ച് അവരുടെ ജീവിതശൈലി മാറ്റണം വരുത്തണം എന്നുണ്ടെങ്കിൽ അതും കൂടെ ഇൻഡിക്കേഷനായിട്ട് നമ്മൾ കൊടുത്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ് പ്രൊസീഡ് ചെയ്യുക. വാരിക്കോസ് വെയിനുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുവാനും അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഇത് ഡോക്ടർ ജുമാന ഹസീൻ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.